First we are cutting the fish and cleaning it. This fish is 1 kg. This is fish's egg. ഇത് നമ്മളുടെ പറമ്പിലുള്ള ചീര തന്നെയാണ്. നോക്കിയാൽ ഇത് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചു. ഇപ്പം നമ്മൾ മീൻ കട്ട് ചെയ്ത് വരഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചില്ലി പൗഡർ, ടെർമറിക്, പെപ്പർ പൗഡർ ഇടണം. ഇത് ഫിഷിൻ്റെ എഗ്ഗാണ്. ഇതിനകത്ത് ടെർമറിക്കും ചില്ലി പൗഡറും ഇട്ടുണ്ട്. മിക്സ് ചെയ്യണം. ഓക്കെ. ഇത് സ്മോൾ ഓണിയൻ, ഗാർലിക്, പിന്നെ പച്ചമുളക്. ആദ്യം പാത്രം സ്റ്റൗവിലേക്ക് വയ്ക്കുക, ചൂടാവാൻ വയ്ക്കുക. അപ്പം അതിനകത്തേക്ക് ചേർക്കാൻ ചീരയും ഫിഷിൻ്റെ എഗ്ഗുമുണ്ട്. എഗ്ഗ് മാറ്റി വെച്ചിട്ട് ചീരയുടെ കൂടി ചേർക്കാൻ സവാളയും പച്ചമുളകും ഉണ്ട്. ഇത് ഫിഷിൻ്റെ എഗ്ഗ്. പിന്നെ ഓയിൽ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. നമുക്ക് ഇത് ഗസ്റ്റൊക്കെ വീട്ടിലേക്ക് വരെയെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഉള്ളൊരു കറിയാണ്. ചേച്ചിമാർക്കോ ബാച്ചിലേഴ്സിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കറി. നമ്മൾ ഇതിനകത്തേക്ക് ഈ സവാളയും പച്ചമുളകും ചേർക്കണം. അപ്പം ആദ്യം സവാള ഇടാം, ചെറിയ ഉള്ളി ഇടണു. അതൊന്ന് ചൂടായി വരട്ടെ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂത്ത് വന്നം. അപ്പം ഈ പച്ചമുളകും കൂടി ചേർക്കാം. പച്ചമുളക് എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം.
കുറച്ച് ഉപ്പും കൂടി ഇടാം. ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ കഞ്ഞിവെള്ളം അത് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോഴാണ് കുറച്ച് കുറവാണ്. കുറച്ചും കൂടി ഇട്ടു. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെക്കാം. ഇനി അത് തിളച്ച് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇടാണ്ട് ഇത് നമുക്ക് താളിപ്പിന് ചീര പറ്റും, മത്തൻ്റെ പംകിൻ ലീഫില്ലേ, പംകിൻ ലീഫ് പറ്റും, പിന്നെ മുരിങ്ങയില പറ്റും, കുമ്പളത്തിൻ്റെ ഇല പറ്റും, ഇതെല്ലാം പറ്റും. ഓക്കെ, ഇനി ഇത് വേവട്ടെ. ഓക്കെ, ഒരു 5 മിനിറ്റ് ഒക്കെ ആവും, അത്രേ ഉള്ളൂ ഇതിന് വേവിന് കേട്ടോ. അതൊന്ന് ചൂടാവട്ടെ. എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ചീരയുടെ ഇല ഇടാം, ഡ്രം സ്റ്റിക്കിൻ്റെ ലീഫ് ഇടാം, പിന്നെ പംകിൻ ലീഫ് ഇടാം. ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം ശരിയാണോന്ന്. നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. പാനിൽ വാഴയില വെച്ചിട്ട് മാഗ്നേറ്റ് ചെയ്ത ഫിഷ് ഓരോന്നോരോന്നായി എടുത്ത് വെച്ചിട്ട് മാഗ്നേറ്റ് ചെയ്ത് പാനിൽ ഇല വെച്ച് ഫ്രൈ ചെയ്യാൻ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഫിഷിൻ്റെ എഗ്ഗും സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫിഷിൻ്റെ എഗ്ഗ് സൈഡിൽ എടുത്ത് വയ്ക്കണം. ഇനി ഇത് എല്ലാം കൂടെ ഫ്രൈ ചെയ്യണം. ഇനി അതൊന്ന് ചൂടാവട്ടെ. ഇതാണ് കറി.